സഫലയാത്ര 14-ാം ഇടം പൂങ്കാവനം. യേശുനാഥൻ്റെ മൃതശരീരം ഒരു പൂങ്കാവനത്തിലെ കല്ലറയിൽ സംസ്കരിക്കുന്നു. അവൻ അവിടെ സാബത്ത് അനുഷ്ഠിക്കുന്നു. യേശുനാഥൻ്റെ മൃതശരീരം സംസ്കരിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശം വായിക്കുമ്പോൾ പ്രത്യേകമായി നാം ശ്രദ്ധിക്കുന്നൊരിടം, ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയിൽ തോട്ടത്തിൽ അവനെ സംസ്കരിക്കുന്നു. ആദി മാതാപിതാക്കളുടെ പാപം സംഭവിക്കുന്നത്, മനുഷ്യചരിത്രത്തിൻ്റെ പതനം സംഭവിക്കുന്നത് ഒരു തോട്ടത്തിലാണെങ്കിൽ, അന്നു മുതലുള്ള മനുഷ്യചരിത്രത്തിലെ എല്ലാ ശാപ വസ്തുക്കളെയും ഏറ്റുവാങ്ങുന്ന ദൈവം ഇവിടെ ഇതാ ഈ പൂന്തോട്ടത്തിൽ കല്ലറയിൽ അവൻ്റെ ശാപത്തിന് ശേഷം ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നു. ആ പുതിയ സൃഷ്ടിയുടെ ജനനത്തിന് കാരണഭൂതമായി അവൻ്റെ മരണം, അവൻ്റെ ഉദ്ധാനം. അവൻ ഉദ്ധാനം ചെയ്യുമെന്ന് ശിഷ്യന്മാർ വിശ്വസിക്കാതിരിക്കവേ അവൻ്റെ ശത്രുക്കൾ വിശ്വസിക്കുന്നുണ്ട്. അവർ സംശയിക്കുന്നുണ്ട്, അവനെങ്ങാനും ഉയർത്തെഴുന്നേറ്റാലോ. അതുകൊണ്ട് ആ കല്ലറയ്ക്ക് ചുറ്റും അവർ കല്ലുരുട്ടി വെച്ച് സീല് വെച്ചു. പക്ഷേ അവൻ ഉദ്ധിതനാവുക തന്നെ ചെയ്യും എന്ന് വചനം. ഇവിടെ യോനാ പ്രവാചകന്റെ ഒരു ടൈപ്പോഗ്രഫി നമ്മുടെ ഉള്ളിലേക്ക് വരും. അവൻ നിനവേക്കാർക്ക് വേണ്ടി സുവിശേഷമാകേണ്ടവൻ അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചപ്പോൾ അവനെ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ആ കടലിൽ വെച്ചൊരു തിമിംഗലം അവനെ വിഴുങ്ങുന്നു. 3-ാം ദിനം അവനെ നിനവേ തീരത്ത് ഛർദ്ദിക്കുന്നു. അവൻ യോനാ പ്രവാചകൻ അവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ നാം വായിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയായി അവിടുത്തെ രാജാവും ജനങ്ങളും മൃഗങ്ങളും മാറുന്നു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ടൈപ്പോഗ്രഫി. അങ്ങനെയെങ്കിൽ മരണമെന്ന തിമിംഗലത്തിൻ്റെ മരണമെന്ന ഉദരത്തിലായിരിക്കുന്ന ഈ യേശുനാഥൻ 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കും. യോനായുടെ അടയാളം പോലെ അവൻ ഉയർത്തെഴുന്നേറ്റ് ദൈവ തിരുസന്നിധിയിൽ വിധിയാളനായി നിൽക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഇടത്തിലെ നമ്മുടെ ധ്യാന വിഷയം. അങ്ങനെയെങ്കിൽ ഈ 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കാനുള്ള അവൻ്റെ വിശ്രമ സ്ഥലമാണ് ഈ പൂങ്കാവനം. അവൻ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഈ യാത്രയിലേക്ക് നടന്നെടുക്കുന്നത്. ചോര വിയർത്ത് പ്രാർത്ഥിച്ച പൂങ്കാവനത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അടക്കം ചെയ്യപ്പെടുന്ന, അവൻ്റെ മൃതശരീരം അടക്കം ചെയ്യപ്പെടുന്ന ഈ പൂങ്കാവനം വരെയുള്ള അവൻ്റെ ഈ യാത്ര സഫല യാത്രയായി മാറുന്നത് വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായി, മനുഷ്യരക്ഷയുടെ പൂർത്തീകരണമായി അവൻ ഇവിടെ അടക്കം ചെയ്യപ്പെടുമ്പോഴാണ്. ഈ അടക്കം ചെയ്യപ്പെടൽ അവസാന വാക്കല്ല എന്ന് നാം ഉദ്യതനായവൻ്റെ ആണിപ്പഴുതുള്ള കരം കാണുമ്പോൾ അവിടെ വെച്ച് തീരുന്നില്ല. അവൻ വീണ്ടും വെളിപാടുകാരൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നാം കാണുന്നു, മനുഷ്യചരിത്രത്തിൻ്റെ അവസാനമായി ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ഒരിടത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് ആ ഉദ്യാനത്തെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, അതിൻ്റെ മഹിമയെക്കുറിച്ച്, അതിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്. ദൈവം പ്രകാശമായി ഉദിച്ചിരി നിൽക്കുന്ന ആ ഉദ്യാനത്തിലേക്കുള്ള യാത്രയാണ് ഈ കുരിശിൻ്റെ വഴിയിലെ ഓരോ യാത്രയും, ഈ സഫല യാത്ര.